ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പിനാക്കിൾസ് വേൾഡ്. ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് ഒരു ഇലയുടെയാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ അവല്, തേങ്ങ ചിരകിയത്, 2 ഏലക്കായ, ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി എന്നിവയാണ്. ആദ്യമേ നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കാവേ. അതിനായിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഈ ശർക്കരപ്പാനി ഒഴിച്ച് അടുപ്പിൽ വെച്ച് ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുക്കുക. ഇതിലെ വെള്ളം ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം. സ്റ്റവ് ഓൺ ചെയ്ത് ഞാനിത് അടുപ്പിലേക്ക് വയ്ക്കുകയാണ്. നമ്മുടെ ഇലയുടെ റെഡിയാക്കുന്നതിന് അവല്, റാഗി പൗഡർ, ശർക്കര എന്നിവ ചേർത്താണ്. ഈ അവല്, റാഗി പൗഡർ, ശർക്കര എന്നൊക്കെ പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസാണ്. ഈ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ലൊരു ഫുഡ് ഐറ്റംസാണ്. ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഒന്ന് വെള്ളം വറ്റി വരുമ്പം നമുക്ക് ഈ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയിട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങയിലേക്ക് ഈ ശർക്കരയിലെ മധുരമെല്ലാം തേങ്ങയിലേക്ക് പിടിച്ച് നല്ലൊരു ഫ്ലേവറൊക്കെ, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവലിട്ട് കൊടുക്കാം. അവൽ ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് 2 ഏലക്കായ കൂടി പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അവലും തേങ്ങയും ശർക്കരയും കൂടി യോജിപ്പിച്ചതിലേക്ക് നമ്മൾ ഈ ഏലക്ക പൊടിച്ച് ചേർക്കുകയാണ്. ഞാനിത് കൗണ്ടർ ടോപ്പിലിട്ടാണ് പൊടിക്കുന്നത്. 2 ഏലക്കായല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് കൗണ്ടർ ടോപ്പിലിട്ട് പൊടിക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ റാഗി ഇലയുടെ ഫില്ലിങ്സ് റെഡിയായി കഴിഞ്ഞു. ഈ ഫില്ലിങ്സ് ഇത് ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പം ഈ റാഗി വെച്ചിട്ട് ഇങ്ങനെ ഇലയുടെ ഉണ്ടാക്കി കൊടുത്ത് നോക്കണം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഫില്ലിങ്സ് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഇലയടയ്ക്ക് വേണ്ടുന്ന റാഗി പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് റാഗി പൗഡർ എടുത്തു. അതോടൊപ്പം കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി എടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് ഇത്രയും ചേർത്ത് മാവ് കുഴയ്ക്കാം നമുക്ക്. അപ്പോൾ മാവ് കുഴച്ച് വെച്ച് ഇനി നമുക്കിത് ചെറിയ ബോളുകളാക്കണം. ഇതിന് മുന്നേ ഇഡ്ഡലി ചെമ്പ് സ്റ്റൗവിൽ വെച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വയ്ക്കാം. മൂടി അടച്ച് വെച്ച് ആ വെള്ളം ഒന്ന് തിളപ്പിക്കാം. വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് അട പരത്തിയെടുക്കാം. അതിനായിട്ട് മാവ് ഓരോ ബോളുകളാക്കി നമുക്ക് ഇലയിൽ വെച്ച് പരത്താം. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുവാണ്. ഇത് ഞാനിപ്പോൾ 3-4 ഇലയിലേക്ക് പരത്തുകയാണ്. പരത്തിയതിന് ശേഷം നമുക്ക് ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഓരോ ഇലയിലും ഫില്ലിങ്സ് വെച്ച് നമുക്ക് അത് മടക്കി എടുക്കാം. ഏലക്കായുടെയൊക്കെ നല്ലൊരു ഫ്ലേവറുണ്ട്. ഈ ഫില്ലിങ്സ് ഇങ്ങോട്ട് എടുത്തപ്പോഴേ നല്ല ഒരു മണം ഉണ്ട്. ഇനി നമുക്കിത് ഓരോന്ന് മടക്കി വയ്ക്കാം. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം ഒരു സ്നാക്ക് ഐറ്റമായിട്ട് കൊടുക്കാം. ഇനി ഇഡ്ഡലി ചെമ്പ് തുറന്ന് ഇപ്പോൾ ആവി നന്നായിട്ട് വന്നിട്ടുണ്ട്. വെള്ളം തിളച്ച് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഓരോ ഇലയട വെച്ച് കൊടുക്കാം. ഒരു അടയുടെ മണ്ടയ്ക്കായി അടുത്തത് ഇങ്ങനെ ക്രോസ് ടു ക്രോസ് വെച്ച് കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ അട പെട്ടെന്ന് കുക്കായി കിട്ടും. നമുക്ക് അങ്ങനെ വെച്ച് കൊടുത്ത് ഒരു 15-20 മിനിറ്റ് ഇത് വേവാൻ വെക്കാം. ഞാനിപ്പോൾ 20 മിനിറ്റിന് ശേഷം ഇത് മൂടി തുറന്നു. നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരടയെടുത്ത് നോക്കാം. ഞാൻ ഇതാ ഒരു അടയെടുത്ത് അതിൻ്റെ ഇല മാറ്റുകയാണ്. അതാണ്ട് ഇലയിൽ നിന്ന് അട നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇലയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നമ്മുടെ അട നന്നായി വെന്തിട്ടുണ്ട്. അട എത്ര സോഫ്റ്റ് ആണെന്നറിയാവോ? സോഫ്റ്റിയാണ് ഇത്. അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഇത്. കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.